Hi, welcome to Learning Planet. Time and tide waits for no man. Time and tide waits for no man. കാലവും തിരമാലകളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. So this is your right time to start your journey. നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ ഏറ്റവും ഉചിതമായ സമയമാണ്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ക്ലാസ്സുകൾ ആരംഭിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത ക്ലാസ്സുകളും ഇന്നെടുക്കാൻ പോകുന്ന ഭാഗങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ക്ലാസ്സുകൾ കാണാത്തവര് ദയവായി ക്ലാസ്സുകൾ കാണുക. അതിനുശേഷം ഇന്നത്തെ ക്ലാസ് കാണുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. ഓക്കെ, നമുക്ക് തുടരാം. നമുക്ക് നോക്കാം. രണ്ട് രീതിയിൽ വിസിറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, ഒരു വ്യക്തി സന്ദർശിക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രാമർ ഒന്നും നോക്കാതെ നമ്മൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ വിസിറ്റ്സ് എന്നാണ് പറയുക. എന്നാൽ വിസിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ, ഐ ഉൾപ്പെടെ, ഞങ്ങൾ, നീ, നിങ്ങൾ, ഇത്തരം പ്രൊനൗൺസ് ഉപയോഗിക്കുമ്പോഴെല്ലാം നമ്മൾ വിസിറ്റ് എന്നാണ് ഉപയോഗിക്കുക. അതുപോലെ ഒന്നിലധികം ആര് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യ രൂപം മാത്രമാണ് ചെയ്യുക. ഇത് വെർബിന്റെ ആദ്യ രൂപമാണ്. അപ്പൊ നമ്മൾ ടെൻസ് പ്രത്യേകിച്ച് പഠിക്കാതെ നമുക്കിത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഐ വിസിറ്റ് മൈസൂർ, ഐ വിസിറ്റ് മൈസൂർ. അപ്പൊ നമുക്ക് ഈ ഉത്തരങ്ങളല്ലാതെ നമുക്ക് ചോദ്യങ്ങൾ കൂടെ നമുക്ക് പഠിച്ചു പോകണം. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ മൈസൂർ സന്ദർശിക്കുന്നു അല്ലെങ്കിൽ സന്ദർശിക്കാറുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാ വർഷവും ഞാൻ മൈസൂർ സന്ദർശിക്കാറുണ്ട് എന്ന് ഞാനൊരു ഉത്തരം പറയുമ്പോൾ എവിടെയാണ് നീ എല്ലാ വർഷവും സന്ദർശിക്കുന്നത് എന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കണം. അപ്പൊ അതിന് നീ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. നമുക്ക് കുറച്ച് കോൺവെർസേഷന്റെ ഒരു ലെവലിലേക്ക് ചെറുതായിട്ട്, ഇനിയും നമുക്ക് സംശയങ്ങൾ വരും. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. എങ്കിലും ശ്രദ്ധിക്കാം. ഓക്കെ, നോക്കാം. ഐ വിസിറ്റ് മൈസൂർ എവറി ഇയർ. ഐ വിസിറ്റ് മൈസൂർ എവറി ഇയർ. എല്ലാ വർഷവും ഞാൻ മൈസൂർ സന്ദർശിക്കാറുണ്ട്. നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പറയുകയാണ്, യു സേ ഐ വിസിറ്റ് മൈസൂർ എവറി ഇയർ. അപ്പൊ ആ ആളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിച്ചിട്ടുണ്ടാവും, നീ എവിടെയാണ് എല്ലാ വർഷവും സന്ദർശിക്കുന്നത്? അല്ലെങ്കിൽ നീ എവിടെയാണ് സന്ദർശിക്കാറ്? നീ ഏത് സ്ഥലമാണ് സന്ദർശിക്കാറ്? ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പതിവായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ മനസ്സിലാവും? ഇങ്ങനെയുള്ള വെർബുകൾ വരുമ്പോൾ നോക്കാം, അതിന്റെ ആദ്യ രൂപം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ വെർബിന്റെ പ്രസന്റും രണ്ടാമത്തെ രൂപമുണ്ട്, മൂന്നാമത്തെ രൂപമുണ്ട്. നമുക്ക് പതിവ് കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ ആദ്യ രൂപമാണ് ഉപയോഗിക്കുക. ഇപ്പൊ കോൾ എന്ന് പറയുന്നത് ആദ്യ രൂപമാണ്, റൈറ്റ് എന്ന് പറയുന്നത് ആദ്യ രൂപമാണ്, വെർബിന്റെ പ്രവൃത്തിയുടെ ആദ്യ രൂപമാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെന്റൻസുകൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു എന്നാണ്. അപ്പൊ വിളിച്ചു കഴിഞ്ഞു. ഇപ്പൊ കോൾ എന്നോ കോൾസ് എന്നോ പറയുമ്പോൾ വിളിക്കുന്നു, വിളിക്കാറുണ്ട് എന്നാണ് അർത്ഥം. കോൾസ് എന്ന് പറയുമ്പോൾ ഒരാളെ വിളിക്കുന്നുണ്ടാവുള്ളൂ. മൈ ഫ്രണ്ട് കോൾസ്, അങ്ങനെ പറയും. മൈ ഫ്രണ്ട് കോൾസ് മീ എവറി ഈവനിങ്. എല്ലാ ദിവസവും വൈകുന്നേരം എന്റെ ഫ്രണ്ട് എന്നെ വിളിക്കാറുണ്ട്. എന്നാൽ കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞു, വിളിച്ചു. ഹി കോൾഡ് മീ, അവൻ എന്നെ വിളിച്ചു. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം വരിക. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനൊരു ചോദ്യം ഉണ്ടാക്കി നോക്കാം. അപ്പൊ ചോദ്യം നമുക്ക് ഇതിന് പോകണമെങ്കിൽ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനാണ് എല്ലാ വർഷവും മൈസൂർ സന്ദർശിക്കുന്നത്. അപ്പൊ നീ എല്ലാ വർഷവും എവിടെയാ സന്ദർശിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ ചോദ്യം എവിടെ എന്നതിന് നോക്കാം. വേർ എന്നാ പറയാം. വേർ. ഇനി ഞാൻ എന്നത് സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ യു എന്ന് മാറും. ഐ എന്നത് യു എന്ന് മാറും. നീ എവിടെയാണ് എല്ലാ ദിവസവും സന്ദർശിക്കുന്നത്? അപ്പൊ നമ്മളിവിടെ നമുക്ക് യു എന്ന് എഴുതി എന്ന് വിചാരിക്കാം, യു. അപ്പൊ ഇനി ഇതിന് രണ്ടിനും ഇടയ്ക്ക് നമുക്ക് ഈ ഒരു സാഹചര്യത്തെ കാണിക്കുന്ന, ഇത് ആവർത്തിക്കുന്നതിനെ കാണിക്കുന്ന ഒരു ഓക്സിലറി വെർബും കൂടെ നമുക്ക് ആ ഒരു കാലത്തെ, ടെൻസിനെ സൂചിപ്പിക്കുന്ന ഒരു പദം വേണം. അപ്പൊ ഇവിടെ യു എന്ന് വരുമ്പോൾ നമ്മളിവിടെ ഡു എന്നാണ് ചേർക്കുന്നത്. ഒന്നിലധികം ആര് വന്നാലും നമ്മൾ ഡു എന്ന ഒരു ഓക്സിലറി വെർബ് അവിടെ ചേർക്കാം. അപ്പൊ നോക്കാം, ഐ എന്ന ഒരു ഉത്തരം വരുന്നു. ഞാൻ എന്ന ഉത്തരം പറയുമ്പോൾ നീ എന്ന് പറയാം. ഞാൻ വീട്ടിൽ പോകുന്നു, നീ വീട്ടിലേക്കാണോ പോകുന്നത്? നീ വീട്ടിൽ പോകാറുണ്ടോ? ഇങ്ങനെ വരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു കുട്ടി പറയുമ്പോൾ നീ എത്രാം ക്ലാസ്സിൽ? നീ എന്ന് വരും. അപ്പൊ ഞാനൊരു ഉത്തരത്തിലുണ്ടെങ്കിൽ നീ എന്ന് ഒരു ചോദ്യം വരുന്നു. മനസ്സിലായല്ലോ? ഞാൻ ഉത്തരമായിട്ട് വരുന്നത് എല്ലാ സാഹചര്യത്തിലും നീ എന്നാണോ നിങ്ങൾ എന്നാണ് ചോദിക്കുക, യു എന്ന് വേണം. അപ്പൊ നമുക്ക് പതിവ് കാര്യങ്ങൾക്ക് ഡു എന്ന ഒരു ഓക്സിലറി വെർബ് അവിടെ വേണം. സോ വേർ ഡു, വേർ എന്നാണ്. വേർ ഡു യു വിസിറ്റ്?
Where do you visit every year? Where do you visit? Where do you visit every year? ഇതാണ് ചോദ്യം. Where do you visit every year? ആൻസർ സ്വാഭാവികമായിട്ടും വന്നു. I visit Mysore every year. My favorite place is Mysore, so I visit Mysore every year. അപ്പൊ നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഞാനതങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ സാവധാനം പറഞ്ഞാൽ മതി. I visit Mysore every year. ഞാൻ എല്ലാ വർഷവും മൈസൂർ സന്ദർശിക്കാറുണ്ട്. അപ്പോ നിങ്ങളുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്, നീ എല്ലാ വർഷവും എവിടെയാണ് ഈ സന്ദർശിക്കുന്നത്? Where, എവിടെ, where എന്നാണ് പറയുന്നത്. Where do you visit every year? Where do you visit? Where do you visit? Where do you visit every year? I visit Mysore every year. ഇങ്ങനെയാണ്. അപ്പൊ ഇനി നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, ഒരാളോട് എവിടെ എന്ന് ചോദിക്കുമ്പോഴൊക്കെ എവിടെയാണ് പതിവായിട്ട് എന്ത് കാര്യം ചെയ്യുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം. Where do you, ഇതുവരെ പറയാം. നീ എവിടെയാണ് പഠിക്കുന്നത് എന്നപ്പോ എങ്ങനെ ചോദിക്കും? നമ്മൾ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, Where do you, പഠിക്കുക എന്നുള്ളത് നമുക്ക് സ്റ്റഡി എന്ന് എഴുതിയ പോലെ Where do you study? നീ എവിടെയാണ് പഠിക്കുന്നത്, ഇത്രേ ഉള്ളൂ. അപ്പൊ ആ കുട്ടി പഠിക്കുന്ന സ്ഥലം പറയും, I study in a convent school. I study in a convent school. I study in this convent school. ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. I study, ഒരു സ്കൂളിന്റെ, ഒരു പബ്ലിക് സ്കൂളിന്റെ പേര് പറയുന്നു. I study. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ അപ്പൊ നോക്കൂ, ഇവിടെ ഡു എന്ന് നമ്മൾ ചേർക്കുന്നത് ഒന്നിലധികം പേർ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ, അത് ഗ്രാമറിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഗ്രാമറിന്റെ സെക്ഷൻസ് ആവശ്യം വരുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അപ്പൊ ഇവിടെ വി എന്ന് വന്നാലും ഡു എന്ന് ചേർക്കേണ്ടി വരും. ഞങ്ങൾ, നിങ്ങൾ എന്ന് വന്നു, നീ എന്ന് വന്നു, അപ്പോഴൊക്കെ ഡു വരുന്നു. അവർ എന്ന് വന്നാലും നമ്മൾ ഡു എന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക, പതിവ് കാര്യങ്ങൾ വരുമ്പോൾ, ആവർത്തിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ. പിന്നെ അതുപോലെ പേരുകൾ, ബോയ്സ്, ഗേൾസ്, ഇങ്ങനെ, അല്ലെങ്കിൽ ബസ്സസ്, ബെഞ്ചസ്, ബോർഡ്സ്, ഇങ്ങനെ ബഹുവചനം എന്ത് വന്നാലും ഡു ആണ് വരിക. അപ്പൊ ആദ്യം നമ്മൾ ബഹുവചനം വന്നതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാം. നീ എവിടെയാണ് പോകുന്നത്? അതിരാവിലെ നീ എവിടെയാണ് പോകുന്നത്? അതിരാവിലെ എന്നുള്ളത് നമ്മൾ പറയാം ഏർലി മോർണിംഗ്. അതൊക്കെ ഇങ്ങേ അറ്റത്തേക്ക് വരും. അപ്പൊ എവിടെ എന്നതിന് വീണ്ടും നമ്മൾ എഴുതി Where do you go? പോവുക. Where do you go? Early morning. Where do you go early morning? Where do you go early morning? അതിരാവിലെ നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോ അയാൾ പറയും, ഒരു ഉത്തരമായിട്ട് പറയാം. അപ്പൊ ഉത്തരമായിട്ട് പറയുമ്പോൾ ഈ യു എന്നത് മാറി ഐ എന്ന് വരും. I go to my workplace. ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഉത്തരം വരുമ്പോ നോക്ക്, ഈ ഡു എന്നൊന്നും ഉത്തരത്തിൽ ഉണ്ടാവില്ല. സോ where do you go? I go. അങ്ങനെയാണ് ഉത്തരം. Where do you study? I study. Where do you play? എവിടെയാണ് കളിക്കുന്നത്? I play. അപ്പൊ ചോദ്യത്തിൽ മാത്രമാണ് ഈ ഒരു പദം വരുന്നത്. ഓക്സിലറി വെർബ് എന്നാണ് അതിന് പറയാം. ആവർത്തിച്ചു വരുന്ന, പതിവായി നടക്കുന്ന കാര്യങ്ങളെയൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരു കുട്ടി ക്ലാസ് റൂമിലേക്ക് കയറി വന്നിട്ട് ഫ്രണ്ടിനോട് ചോദിക്കും, നീ എവിടെയാണ് ഇരിക്കുന്നത്? അപ്പൊ എങ്ങനെ ചോദിക്കും? ഇനി നിങ്ങൾക്ക് തന്നെ പറയാലോ, Where do you sit? അപ്പൊ കുട്ടികൾ പറയാ, യൂഷ്വലി I sit on the very first bench. പൊതുവെ ഞാൻ ഒന്നാമത്തെ ബെഞ്ചിലാണ് ഇരിക്കാറ്. ചിലപ്പോഴൊക്കെ, ചിലപ്പോഴൊക്കെ I sit on the last bench. അപ്പൊ നോക്ക്, Where do you sit? നീ എവിടെയാണ് ഇരിക്കുന്നത്? നീ എവിടെയാ സന്ദർശിക്കുന്നത്? Where do you visit? നീ എവിടെയാ പോകുന്നത്? Where do you go? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രയാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് മറ്റ് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം, ഒരു സെന്റൻസ് നോക്കാം. I prepare breakfast for them. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെയാണ് ആളുകൾ പറയുക. അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് ഇന്ത്യക്കാർക്ക് മനസ്സിലാകാതിരിക്കൊന്നുമില്ല. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ഉച്ചാരണം. നമുക്കത് അഡ്വാൻസ് ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കാം. നമ്മൾ അവിടെ എത്തും. നിങ്ങൾ ഓരോരുത്തരും ചെറിയ രീതിയിൽ ബിഗിനേഴ്സ് ആയിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അഡ്വാൻസ് ലെവലിലേക്ക് എത്തും.
അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെതായ ഒരു സമയം അതിനെടുക്കും. പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ലാംഗ്വേജ് ഒരു ദിവസം സംസാരിക്കാൻ കഴിയും. ഓക്കെ, ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ദം. ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, പ്രാതൽ ഉണ്ടാക്കുന്നു, പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നു. അപ്പോ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗമാണ് ഉത്തരം ആയിട്ട് കിട്ടേണ്ടത് വിചാരിക്കാം. നീ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത് ഭക്ഷണമാണെന്നില്ല. നമ്മളിപ്പോ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്ട് പ്രിപ്പയർ ചെയ്യും, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ പ്രിപ്പയർ, അപ്പൊ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് അവർക്ക് വേണ്ടി എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ എന്ന് എന്തിന് ഉത്തരം വന്നാലും നിങ്ങൾ പതിവാണ് എന്തോ ആവട്ടെ ചോദ്യം ചോദിക്കുമ്പോൾ നീ എന്നായി മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ യു എന്നായിരിക്കും നമുക്ക് ചോദ്യത്തിൽ വരിക. അപ്പൊ എന്തെന്നതിന് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ് വാട്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു പതിവ് ചോദ്യമാണ്, നീ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ വാട്ട് ഡു യു. ബാക്കിയെല്ലാം നമുക്ക് എഴുതാം. ഈ പദമാണ് പിന്നെ എഴുതുന്നത്. ഇതാണ് വെർബ്. വെർബ് എന്ന് പറയും. വെർബ് ഉച്ചാരണം അങ്ങനെയാണ്. ഉച്ചാരണം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ നിലവിൽ കേട്ട് ശീലിച്ച രീതിയിൽ പറഞ്ഞാൽ മതി. പിന്നീട് നമുക്ക് അതൊക്കെ ബ്രഷപ്പ് ചെയ്യാം. ഓക്കെ, പ്രിപ്പയർ. വാട്ട് ഡു യു പ്രിപ്പയർ ഫോർ ദം? ഇതാണ് ചോദ്യം. വാട്ട് ഡു യു പ്രിപ്പയർ ഫോർ ദം? വാട്ട് ഡു യു പ്രിപ്പയർ ഫോർ ദം? വാട്ട് ഡു യു പ്രിപ്പയർ ഫോർ ദം? നീ അവർക്ക് വേണ്ടി എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പൊ എന്താ പറയാ? ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ദം. ഞാൻ അവർക്ക് വേണ്ടി പ്രഭാത ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഇനി എന്ത് ചോദ്യം ചോദിക്കാം? വാട്ട് ഡു യു? വാട്ട് ഡു യു? നീ എന്താണ് എഴുതുന്നത്? വാട്ട് ഡു യു റൈറ്റ്? വാട്ട് ഡു യു റൈറ്റ് ഇൻ ദ മോർണിംഗ്? രാവിലെ നീ എന്താണ് എഴുതുന്നത്? ഐ റൈറ്റ് മൈ ഡയറി. ഐ റൈറ്റ് ദ ടു ഡു ലിസ്റ്റ്. ചെയ്യാനുള്ള ഒരു ലിസ്റ്റ്. ചിലരൊക്കെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവും ജീവിതത്തിൽ. അപ്പൊ അതാണ് ചെയ്യുന്നത്. ഇനി നീ എന്താ ഈ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ചിന്തിക്കാറ്? വാട്ട് ഡു യു തിങ്ക്? വാട്ട് ഡു യു തിങ്ക്? നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു യു? ചെയ്യുക എന്നുള്ള വാക്ക് അവിടെ എഴുതുക. വാട്ട് ഡു യു ഡു? നീ എന്താണ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ തൊഴിലോ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുക. വാട്ട് ഡു യു ഡു? അപ്പൊ ബാങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നു. ഐ വർക്ക് ഇൻ എ ബാങ്ക്. ഐ വർക്ക് ഐ വർക്ക് ഇൻ എ ബാങ്ക്. ഐ വർക്ക് ഇൻ എ ബാങ്ക്. ഞാനൊരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ നോക്കാം, നീ എന്താണ് പറയുന്നത്? എന്തോ പറയുന്നു, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഐ കാൻ ഹിയർ യു. ഐ കാൻ ഹിയർ യു. ആൻഡ് വാട്ട് ഡു യു സേ? വാട്ട് ഡു യു സേ? വാട്ട് ഡു യു സേ? മെല്ലെ പറഞ്ഞാൽ മതി. വാട്ട് ഡു യു സേ? വാട്ട് ഡു യു സേ? വാട്ട് ഡു യു സേ? അങ്ങനെ നമുക്ക് സ്പീഡ് കൂട്ടി പറയാം. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. ഇനി നീ എന്താണ് സംസാരിക്കുന്നത്? വാട്ട് ഡു യു സ്പീക്ക്? വാട്ട് ഡു യു സ്പീക്ക്? നീ എന്താണ് സംസാരിക്കുന്നത്? നമുക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ആൾ ഉത്തരം പറയും. സോ ആക്ച്വലി വാട്ട് ഡു യു സ്പീക്ക്? ആക്ച്വലി യഥാർത്ഥത്തിൽ ആക്ച്വലി വാട്ട് ഡു യു സ്പീക്ക്? ഐ സ്പീക്ക് ജർമ്മൻ. ഞാൻ ജർമ്മനാണ് സംസാരിക്കുന്നത്. ഐ സ്പീക്ക് ജർമ്മൻ. ഞാൻ ജർമ്മനാണ് സംസാരിക്കുന്നത്. അപ്പൊ ഒരു ചോദ്യത്തിന്റെ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ ഈ ഒരു പദമാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. പ്രവൃത്തിയെ കാണിക്കുന്ന വാക്ക് നമുക്ക് മാറ്റിക്കൊണ്ടേയിരിക്കാം. അപ്പൊ എന്ത് എന്ന ചോദ്യവുമായി കണക്ട് ആവുന്ന പദങ്ങളെ അവിടെ ചേർക്കാൻ പറ്റുള്ളൂ. എന്താണ് തിന്നുന്നത് എന്ന് ചോദിച്ചൂടെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ഡു യു? തിന്നുക എന്നുള്ളത് നമ്മൾ ഹാവ് എന്നും പറയും, ഈറ്റ് എന്നും പറയും. സോ വാട്ട് ഡു യു ഈറ്റ് ഓർ വാട്ട് ഡു യു ഹാവ്? വാട്ട് ഡു യു ഹാവ്? അപ്പൊ അതെന്താണ് ഇത് കഴിക്കുന്നത് അയാൾ പറയും. ഉത്തരം പറയുമ്പോൾ യു എന്നത് മാറും, ഐ എന്ന് വരും. ഈ പറഞ്ഞ പദങ്ങളൊന്നും വരില്ല. ഇവിടെ നിന്നാണ് നമ്മൾ ഉത്തരം തുടങ്ങുന്നത്. കണ്ടില്ലേ? ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ്. ഈ രണ്ട് ചോദ്യത്തെ സംബന്ധിച്ച ഈ ക്വസ്റ്റ്യൻ വേർഡും ഈ ഓക്സിലറി വേർബും ഇതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കും, സ്കിപ്പ് ചെയ്യും, റിമൂവ് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഉത്തരം പറയുന്നത്. ഐ, ഇവിടെ യു എന്നുള്ളത് ഐ എന്നായി. ഐ പ്രിപ്പയർ. എന്താണോ പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് നമ്മൾ അവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ചിന്തിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു വാട്ട് ഡു യു തിങ്ക്? വാട്ട് ഡു യു തിങ്ക്? ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? വാട്ട് ഡു യു റൈറ്റ്? വാട്ട് ഡു യു റൈറ്റ്? അപ്പൊ അങ്ങനെ നമ്മളൊന്ന് പറഞ്ഞു. എന്താണ് ഉണ്ടാക്കുന്നത്? വാട്ട് ഡു യു മേക്ക്? എന്താണ് ഉണ്ടാക്കുന്നത്? അവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു പറയാം. മനസ്സിലായല്ലോ? ഐ മേക്ക് ഫുഡ്. ഐ മേക്ക് ഫുഡ് എന്നല്ല, ഫുഡ്. ഐ മേക്ക് ഫുഡ് ഫോർ മൈ ചിൽഡ്രൻ. ഐ മേക്ക് ഫുഡ് ഫോർ മൈ ചിൽഡ്രൻ. ഇങ്ങനെയാണ് പറയുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ ഇതുപോലെയുള്ള എക്സാമ്പിൾസ് കണ്ടെത്തുക. ബാക്കി നമുക്ക് അടുത്ത സെഗ്മെന്റിൽ പറയാം. ഈ ക്ലാസ്
നമുക്കിപ്പം വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഈ ക്ലാസ് കൃത്യമായി കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ മറക്കാതെ ഇടുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.